ചുരുങ്ങി ചുരുങ്ങി ഇടമില്ലാതായ ജനതയുടെ ഉയർപ്പിന്റെ വേദിയാണ് കലോത്സവം. പഞ്ഞകാഴ്ചകളിൽ മാത്രം ഇടം നേടിയ അട്ടപ്പാടിയുടെ പൈതൃകത്തിന്റെ ഓർമ്മപ്പെടുത്തലും അതിജീവനവും ഇരുള നൃത്തത്തിലൂടെ ജനം കണ്ടറിഞ്ഞു. എൻ്റെ പേര് പഴനിസ്വാമി. അട്ടപ്പാടിയാണ് സ്വന്തം സ്ഥലം. ഒരു ഇരുള സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞങ്ങളുടെ തനതായ ഡാൻസും പാട്ടും 10-20 വർഷമായിട്ട് കൊണ്ടു നടക്കാണ്. നമ്മൾ കലാസമിതിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾ ഇവിടെ സംസ്ഥാന കലോത്സവത്തിൽ വിജയിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമുണ്ട്. എന്തിനോ ഇത്ര കാലം ഈ ഗോത്ര കലകൾ കലോത്സവത്തിൽ ഉണ്ടായിരുന്നില്ല, വേറെ കലാരൂപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആൾക്കാർ കണ്ട് മടുത്തു മൊത്തത്തിൽ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് കലാരൂപമായിട്ട് ഗോത്രകല വന്നപ്പോൾ അത് വളരെ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം ചെറിയൊരു സ്റ്റേജായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ കൊടുത്തത് ഈ ഗോത്ര കളികൾക്ക്. സോ ഈ വർഷം നല്ല സ്റ്റേജ് തന്നെ കൊടുത്തതുകൊണ്ട് ഒരുപാട് കാണികൾ ഇഷ്ടം പോലെ വന്നു, പ്രേക്ഷകർ ഒരുപാട്. അത് വളരെയധികം സന്തോഷമുണ്ട്. എന്നിട്ട് ഗോത്രകലയ്ക്ക് ഇത്രത്തോളം ആൾക്കാരോട് പ്രാധാന്യം കൊടുക്കുന്നു, അത് കാണാൻ വേണ്ടി ഇത്ര സമയം ഒന്ന് കാണുന്നു. അതൊക്കെ വലിയൊരു കാര്യം തന്നെ. നമുക്ക് വളരെ അഭിമാനമുണ്ട് ഞങ്ങളുടെ ആദിവാസി സമുദായത്തിൽ ഞങ്ങൾ ഗോത്ര കലാകാരന്മാർക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ മനുഷ്യന്മാരും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരുമേ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും ഗോത്ര സംസ്കാരം, പണ്ട് കാലത്ത് ഗോത്ര വിഭാഗങ്ങളായിരുന്നു. മ്യൂസിക്കും ഇൻസ്ട്രുമെൻറ്റ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പല സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക്കും ഈ ഇൻസ്ട്രുമെൻറ്റ് ഈ പാട്ടിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഓട്ടോമാറ്റിക് അവർ കളിക്കാൻ തോന്നുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അടിത്തറ. ഗോത്ര സംഗീതമാണ്. ഇതിൽ കൂടെയാണ് കർണാട്ടിക് സംഗീതം, അങ്ങനെ പല സംഗീതങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇതിൽ കൂടി നിന്നാണ് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യം തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് വേറെ ഒരു കലാരൂപം കാണാൻ ആൾക്കാർ പോകുന്നില്ല. ഇപ്പോൾ ഫുൾ വലിയ ഓഡിയൻസാണ് ഇപ്പോൾ ഉള്ളത് ഗോത്രകല നടക്കുന്ന സ്റ്റേജിൽ. ഞങ്ങളുടെ അട്ടപ്പാടി അറിയപ്പെടുന്ന ആൾക്കാർ മാക്സിമം ഈ ഗോത്രകലയിൽ പാട്ടുകാരാൻ നോക്കിയാലും കൊട്ടുകാർ ഊതുന്ന ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കന്നുകാലി മേയ്ക്കുന്ന ആൾക്കാരായിരിക്കും, നല്ല പാട്ടുകാരായിരിക്കും, നല്ല കൊട്ടുകാരായിരിക്കും, ഊതുന്ന ആയിരിക്കും. അപ്പോൾ കന്നുകാലി മേയ്ക്കുന്ന സമയത്ത് കാടിനകത്ത് ഏകാന്തതയിൽ കൂടിയാണ് ഇവർ ശരിക്കും. ഇപ്പം നഞ്ചിയമ്മ ചേച്ചി എക്സാമ്പിൾ പറഞ്ഞാൽ ചെറുപ്പം മുതലേ കന്നുകാലി മേയിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മാട് മേയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി ഈ കാടിനകത്ത് നിശബ്ദതയിൽ പാട്ട് പാടി 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 നല്ലൊരു വലിയൊരു ഗായികയായി മാറി. സോ ചേച്ചിനെ അറിയപ്പെട്ടില്ല. ആ ചേച്ചി നമ്മുടെ കൂടെ ആസാദ് കലാസംഘം എന്ന പേരിലാണ് ഞങ്ങളൊരു 18 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ടീമിലുള്ള സമയത്ത് തന്നെ അയ്യപ്പൻ കോശി സിനിമ അട്ടപ്പാടി വന്നപ്പോൾ ചേച്ചിനെ നമ്മൾ സച്ചി സാറിന് പരിചയപ്പെടുത്തി കൊടുത്തു. ചേച്ചി ആ പടത്തിൽ നന്നായിട്ട് പാടി. ആ ചേച്ചിൻ്റെ ശബ്ദം കേരളത്തിലും ലോകം മൊത്തം എല്ലാ മലയാളീസിലും മൊത്തം അത് ഏറ്റെടുത്തു. ആൾക്കാർക്കൊന്നും ക്ഷീണമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുടെ ജീവിത അനുഭവങ്ങളാണ് പാട്ടായിട്ട് പല സന്ദർഭത്തിൽ പാടിയിട്ടുള്ളത്. മരണാന്തര ചടങ്ങിലും അടിയന്തര ചടങ്ങിലും മരിച്ചു പോകുന്ന സമയത്ത് ചില പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് ഈ നല്ല ജീവിതകാലത്ത് നല്ല അനുഭവങ്ങൾ അത് കോർത്തിണക്കി കൊണ്ട് പാടുന്ന കുറേ പാട്ടുകളൊക്കെ ഉണ്ട്, കൃഷി സംബന്ധമായിട്ട്. അങ്ങനെ എല്ലാത്തും ഞങ്ങളുടെ പാട്ട് നോക്കിയാൽ കൂടുതലും ഈ പ്രകൃതിയോട് ഇണങ്ങി ഇരിക്കുന്ന പാട്ടുകളായിരിക്കും കൂടുതലും. ഇപ്പോൾ കത്തലക്കണ്ടി ഇട്ടീലാമിതേ മാടോട്ടി പോനാലാമിതേ മാടുക്കൊരു കണ്ണുതേ ലാമിതേ നമുക്കൊരു കണ്ണുതേ ലാമിതേ. ഇത് കന്നുകാലി മേക്കാൻ സമയത്ത് അപ്പോൾ നമ്മൾ രണ്ടുപേരും ആടുമാട് ഒരു കൗമാരപ്രായത്തുള്ള ചെക്കനും പെണ്ണും ആടുമാട് ഓട്ടിപ്പോകുന്ന സമയത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരു ഇതുണ്ട്. അതേപോലെ മാടിനും ഒരു പ്രണയമുണ്ട്. അപ്പോൾ മാടിൻ്റെ പ്രണയത്തെക്കുറിച്ചും അവരുടെ സ്വന്തം പ്രണയത്തെക്കുറിച്ച് അങ്ങനെ അതിൽ കുറച്ച് വിവരിക്കുന്ന വരികളാണ് അതിൽ.